ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ന് സൂപ്പർ കപ്പിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നോവയും ജീസസുമാണ് ക്ലബിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. നിലവിലെ ജേതാക്കളെ പുറത്താക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച പ്രകടനം ക്ലബ്ബ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഡേവിഡ് കാറ്റിലയ്ക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് വിജയം നേടാൻ കഴിഞ്ഞു എന്നത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഏതായാലും മത്സരശേഷം കാറ്റില ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഡിഫൻസ് ഉഷാറായി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ലൂണ പരിക്ക് മൂലം കയറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് കൂടുതൽ പരിശോധിക്കണമെന്നും കാറ്റില പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മുടെ ഡിഫൻസിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഡിഫൻസിൻ്റെ കാര്യത്തിൽ വളർച്ച കൈവരിക്കാനുള്ള മാർഗം ഇത് തന്നെയാണ്. നമ്മൾ ഇന്ന് ഒരു ചെറിയ ചുവട് മുന്നോട്ട് വെച്ചു. എല്ലാ ഏരിയകളിലും നമ്മൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ലൂണയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് വ്യക്തമാവുക. അദ്ദേഹത്തിന് അത്ര നല്ലതായിക്കൊണ്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ പിൻവലിക്കാൻ ലൂണ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഡേവിഡ് കാറ്റില ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ് സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുക. മോഹൻ ബഗാന്റെ പ്രധാനപ്പെട്ട താരങ്ങൾ കളിക്കില്ല എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. വിദേശ താരങ്ങൾ കളിക്കില്ല, അതുപോലെ തന്നെ അവരുടെ ഇന്ത്യൻ സൂപ്പർ താരങ്ങളിൽ ചിലർ കളിക്കില്ല. എന്നാൽ മലയാളി താരങ്ങളായ സഹലും ആഷിഖും ഒക്കെ കളിക്കും എന്ന വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.